വെൽക്കം ടു SJ അക്കാഡമി. അധ്യായം 15 വൈജ്ഞാനിക വികാസം വൈഗോട്സ്കി. അപ്പോൾ നമ്മൾ ആദ്യം ജീൻ പിയാഷയെ കുറിച്ച് പഠിച്ചു, പിന്നെ ബ്രൂണറെ കുറിച്ച് പഠിച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈഗോട്സ്കിയെ കുറിച്ചിട്ടാണ്. സോവിയറ്റ് മനഃശാസ്ത്രജ്ഞനാണ്. വൈജ്ഞാനിക വികാസത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ ഊന്നിക്കൊണ്ടുള്ള പഠനങ്ങൾ നടത്തി. പഠനം പ്രധാനമായും ഒരു സാമൂഹിക പ്രക്രിയയാണ് എന്ന ആശയത്തെ ആധാരമാക്കി രൂപപ്പെട്ട ഒരു സിദ്ധാന്തമാണ് സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. മറ്റുള്ളവരുമായുള്ള സാമൂഹിക സാംസ്കാരിക ഇടപെടലുകളിലൂടെ ഒരു വ്യക്തിയിൽ വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നു എന്ന് വാദിക്കുന്ന മനഃശാസ്ത്ര പഠനശാഖ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം. വ്യവഹാരവാദത്തിന് പകരം സാമൂഹിക ജ്ഞാനവാദത്തിൽ അധിഷ്ഠിതമായ മനഃശാസ്ത്ര പദ്ധതിക്ക് തുടക്കം കുറിച്ചത് വൈഗോട്സ്കി. വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ അടിത്തറയിൽ രൂപപ്പെട്ട ചിന്താധാരയാണ് സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം. പഠനം എന്നത് ഒരു സജീവ സാമൂഹിക സാംസ്കാരിക പ്രക്രിയയാണ് എന്ന ആശയമാണ് വൈഗോട്സ്കി മുന്നോട്ട് വയ്ക്കുന്നത്. സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ പിതാവ് വൈഗോട്സ്കി പഠനത്തിൽ സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾക്ക് നൽകിയ പ്രാധാന്യം പരിഗണിച്ച് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തെ സാമൂഹിക സാംസ്കാരിക പഠന സിദ്ധാന്തം, സോഷ്യോ കൾച്ചറൽ ലേണിംഗ് തിയറി എന്നും അറിയപ്പെടുന്നു. നെക്സ്റ്റ് വൺ, സമീപസ്ഥ വികാസ മണ്ഡലം, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, അതായത് ZPD. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. എന്താണ് ZPD? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് ആണ്. ഇതൊന്ന് ഓർത്ത് വെക്കുക. ഓരോരുത്തർക്കും നിലവിലുള്ള കഴിവിനനുസരിച്ച് സ്വപ്രയത്നത്താൽ എത്തിച്ചേരാവുന്ന ഒരു നിലയും കറണ്ട് എബിലിറ്റി ലെവൽ, മറ്റുള്ളവരുടെ സഹായത്താൽ എത്തിച്ചേരാവുന്ന ഒരു ഉയർന്ന നിലയും, അതായത് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ ഉണ്ട്. ഈ രണ്ട് നിലകൾക്കും ഇടയിലുള്ള മണ്ഡലത്തെയാണ് വികാസത്തിൻ്റെ സമീപസ്ഥ മണ്ഡലം, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഈ ലൈൻ എന്താണ്? ഇത് നിലവിലുള്ള നില, അതായത് കറണ്ട് എബിലിറ്റി ലെവൽ. സ്വപ്രയത്നത്താൽ എത്തിച്ചേരാവുന്ന നിലയാണ് ഇത്, ഈ ലൈൻ. ഇനി മറ്റുള്ളവരുടെ സഹായത്താൽ എത്തിച്ചേരാവുന്ന ഉയർന്ന നില ഏതാണ്? ഈ ലൈനാണ്, എത്തിച്ചേരാവുന്ന നില. ഈ രണ്ട് നിലകൾക്കും ഇടയിലുള്ള മണ്ഡലമാണ് ഏത്? ZPD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിലവിലുള്ള നില കറണ്ട് എബിലിറ്റി ലെവല്, അതുപോലെ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ എത്തിച്ചേരാവുന്ന നില, ഈ രണ്ട് നിലകൾക്കും ഇടയിലുള്ള മണ്ഡലത്തെയാണ് ZPD എന്ന് പറയുന്നത്. ZPD എന്ന് പറഞ്ഞാൽ എന്താണ്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, കൈത്താങ്ങ്, സ്കഫോൾഡിംഗ്. തനിയെ നിന്ന് പ്രവർത്തിക്കുന്നതിനെ ലക്ഷ്യമിട്ടുകൊണ്ട് കുട്ടിക്ക് നൽകുന്ന സഹായത്തെ കൈത്താങ്ങ്, സ്കഫോൾഡിംഗ് എന്നാണ് വൈഗോട്സ്കി വിശേഷിപ്പിച്ചത്. വ്യക്തിയെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തി മുന്നേറാൻ സഹായിക്കുന്ന വൈജ്ഞാനിക ഘടനയാണ് കൈത്താങ്ങ്. ഉദാഹരണം, കുട്ടിക്ക് സൂചനകൾ നൽകി സഹായിക്കുക, സ്വയം ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകുക, സ്വയം ആശയം രൂപീകരിക്കുന്നതിന് സഹായിക്കുക. പഠിതാവിനെ സമീപസ്ഥ വികസന മണ്ഡലത്തിൻ്റെ ഉയർന്ന പരിധിയിലേക്ക് എത്തിക്കാനായി മുതിർന്നവരോ അധ്യാപകരോ നൽകുന്ന പിന്തുണയാണ് കൈത്താങ്ങ്. വൈഗോട്സ്കി നിർദ്ദേശിച്ചിരിക്കുന്ന പഠന രീതികൾ: ഫസ്റ്റ് വൺ, സംഘപഠനം, ഗ്രൂപ്പ് ലേണിംഗ്. സെക്കൻഡ് വൺ, സംവാദാത്മക പഠനം, ഡയലോജിക്കൽ ലേണിംഗ്. തേർഡ് വൺ, സഹവർത്തിത പഠനം, കൊളാബറേറ്റീവ് ലേണിംഗ്. ഫോർത്ത് വൺ, സഹകരണാത്മക പഠനം, കോഓപ്പറേറ്റീവ് ലേണിംഗ്. നെക്സ്റ്റ് വൺ, പ്രതിക്രിയാധ്യാപനം, റെസിപ്രോക്കൽ ടീച്ചിങ്. കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ ആവിഷ്കരിച്ച രീതിയാണ് പ്രതിക്രിയാധ്യാപനം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റെസിപ്രോക്കൽ ടീച്ചിങ്, പ്രതിക്രിയ അധ്യാപനം നന്നായി ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ 8 പോയിന്റ് ഓർത്ത് വയ്ക്കണം. സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ പിതാവ്, സമീപസ്ഥ വികാസ മണ്ഡലം ZPD, അതുപോലെ കൈത്താങ്ങ്, സ്കഫോൾഡിംഗ്, സംഘപഠനം, ഗ്രൂപ്പ് ലേണിംഗ്, സംവാദാത്മക പഠനം, ഡയലോജിക്കൽ ലേണിംഗ്, സഹവർത്തിത പഠനം, കൊളാബറേറ്റീവ് ലേണിംഗ്, സഹകരണാത്മക പഠനം, കോഓപ്പറേറ്റീവ് ലേണിംഗ്, പ്രതിക്രിയാധ്യാപനം, റെസിപ്രോക്കൽ ടീച്ചിങ്. ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈഗോട്സ്കി. ഈ 8 ക്വസ്റ്റ്യനും ഒരു ആൻസറുള്ളൂ, വൈഗോട്സ്കി. ഓക്കെ, താങ്ക് യു.